എൻ്റെ സഹോദരങ്ങൾ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. കണ്ടോ, അവർ ബുദ്ധിപരമായിട്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് അവർ ബുദ്ധിയുള്ളവരാണ്. പക്ഷേ ഈ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും എന്നൊക്കെ എല്ലാത്തിനും കൂടി നമ്മൾ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുക? ബുദ്ധിമാന്മാർ, ബുദ്ധിമതികൾ, ഇതെല്ലാം കൂടി ഒറ്റ വാക്ക് നമുക്ക് പറയാം. ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഇൻ്റലിജൻറ്റ്. ഇനി സഹോദരങ്ങൾ എന്നെങ്ങനെ പറയും? അതിപ്പോൾ ബ്രദേഴ്സും ഉണ്ടാവാം, സിസ്റ്റേഴ്സും ഉണ്ടാവുമല്ലോ. നമുക്ക് വേണമെങ്കിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? അതിനൊരു ഒറ്റ വാക്കുണ്ടോ? ആലോചിച്ചെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സിബ്ലിങ്സ്. അതിൻ്റെ അകത്ത് സഹോദരിമാരും വന്നു, സഹോദരന്മാരും വന്നു. സിബ്ലിങ്സ് എന്നുള്ള ഒറ്റ വാക്കിൽ. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയായി? മൈ സിബ്ലിങ്സ് ആർ ഇൻ്റലിജൻറ്റ്. വളരെ സിമ്പിൾ. ടെൻസ് നമ്മളത് ജനറലായിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെയാണ്. മൈ സിബ്ലിങ്സ് എന്നാണ്, അത് പ്ലൂറലാണ്. അതുകൊണ്ട് നമ്മൾ ആർ, ഇതിലൊരു പ്രവൃത്തി നടക്കുന്നില്ല, അതുകൊണ്ട് ആർ. ഇതിലുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? മൈ എന്നുള്ളത് പ്രോനൗണാണ്, സിബ്ലിങ്സ് എന്നുള്ളത് നൗൺ പ്ലൂറലാണ്, ആർ എന്നുള്ളത് വേർബാണ്, ഇൻ്റലിജൻ്റ് എന്നുള്ളത് അവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആഡ്ജക്റ്റീവാണ്.